ഞാൻ കോഴിക്കോടിൽ നിന്ന് വരുന്നു. മിസ്റ്റർ മുരളിയുടെ നേതൃത്വത്തിൽ വന്ന ബസ്സിലാണ് വന്നത്. ഇന്നലെ മാത്രമാണ് ഗുരുജിയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് കുറച്ചുകൂടി മുമ്പ് അങ്ങയെക്കുറിച്ച് അറിയേണ്ടിയിരുന്നുവെന്ന്. എളിയ ചില നിർദ്ദേശങ്ങളാണ് അങ്ങയുടെ ഗുരുജിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ളത്. എന്തെന്നാൽ അങ്ങ് ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരാൾ 10 വയസ്സായ കുട്ടി മദ്യപിക്കാനുള്ള ആസക്തിയും ബഹുകരിക്കാനുള്ള ആസക്തിയെക്കുറിച്ച് പറഞ്ഞു. ഇതിലെല്ലാം എനിക്ക് തോന്നിപ്പോവുകയാണ്, ഭാരതത്തിൽ പണ്ട് ഉള്ള ചരിത്രം ചുണക്കുട്ടികളെയും വീരകേസരികളുടെയും നാടായിരുന്നു. പക്ഷേ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെയും അതുപോലെ ഗർഭാധാനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള കർമ്മങ്ങളിൽ വ്യക്തിത്വം രൂപപ്പെടേണ്ട സമയങ്ങളിൽ അത് വേണ്ട പോലെ നടക്കാതെയും ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഭാരതത്തിൽ ചുണക്കുട്ടികൾ പോയി, സാത്യ വീരകേസരികൾ പോയി, മാംസാഹാരം കഴിക്കുന്ന ശവന്തീനികളായി മാറുന്ന നിഷ്ക്രിയയായ മനുഷ്യർക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞത്. അത് ഗർഭാധാനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള ഏറ്റവും ചുരുക്കം ഗർഭിണികളാവുന്ന അവസരത്തിൽ 1 മാസം കഴിഞ്ഞാൽ ഭർത്താവ് മുത്തുള്ള ലൈംഗിക വേഴ്ച ഒഴിവാക്കി അവരൊരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അങ്ങ് വിഭാവനം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു ഹോസ്പിറ്റൽ പോലെ, ഇന്ന് ഹോസ്പിറ്റലെല്ലാം ഈ പ്രസവത്തിന് വേണ്ടി പോകുന്ന എല്ലാ ഹോസ്പിറ്റലും പൈസ പിടുങ്ങുന്ന ആലയങ്ങളായി മാറുകയാണ്. മറിച്ച് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ ധ്യാനവും അതുപോലെ മറ്റ് കുറച്ച് ഭജൻസും ചില അനുഷ്ഠാനങ്ങളും കൊണ്ട് അവർ ജീവിക്കാൻ, അവർ പ്രസവിക്കുന്നവരെ സുഖപ്രസവം അവർക്ക് അവിടെ നടക്കുകയാണെങ്കിൽ ഇവിടെ പെർവേർഷൻസ്, ലൈംഗിക അരാജകത്വമില്ലാത്ത ഒരു ജനത ഉണ്ടാവും ഭാരതത്തിൽ. ഇന്ന് അതാണ് ആവശ്യം. ഇന്ന് പല തുറകളിലും ഭാരതം പിന്നോട്ട് പോകുന്ന അവസ്ഥ. പണ്ട് വീരകേസരികളെ പ്രദാനം ചെയ്യുന്ന ഭാരതത്തിന് ഇന്ന് പലപ്പോഴും സമൂഹത്തിന് കൊള്ളരുതാത്ത ആളുകളായി മാറുന്ന, അല്ലെങ്കിൽ ശക്തിയില്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് വരുന്നത്. इन्होंने कालीगढ़ से आया है जी। इन्होंने वहाँ का आपका सत्संग में भाग लिया था जी। बहुत प्रभावित हो गया है। उन्होंने बोला अभी केरल का ये सोशल कल्चर बहुत खराब हो रहा है, और ये क्यों हो रहा है कि उन्होंने एक पुराना बात की, भारत में बहुत सारे वीर पुत्र को जन्म दिया था। उस समय अपने हम लोग पंचमहायज्ञ का अनुष्ठान ठीक तरह से किया था, लेकिन अभी जो नहीं हो रहा है, इसलिए आपका जो ये सत्संग में उसको भी एक कर्म मार्ग के रूप में लाए तो अच्छा है। और ये गर्भावस्था में जो अपना महिला लोग वो पूरा ठीक ठाक से अपना काम कर सकते, वो अपना साधना कर सकते, इसलिए इसके लिए एक ट्रीटमेंट प्लान आप बनाए तो अच्छा है। क्योंकि इधर हॉस्पिटल में बहुत सारे पैसा लेते हैं लेकिन कुछ नहीं करते, इसलिए जो पैदा होने वाले बच्चे हैं वो खराब हो जाता है, उसका मूल्य नहीं होता। इसलिए आप ऐसा कुछ सॉल्यूशन और एक मेथड आप डेवलप करें तो अच्छा है, उसके बारे में बोला रहा जी। हम टाइम टू टाइम आएगा, और जब भी टाइम मिलेगा तो हमारे उधर टोटली हॉस्पिटल है, आयुर्वेदा, एलोपैथी, नेचुरोपैथी, और जो पुअर पर्सन है बाईपास सर्जरी आल्सो टोटली फ्री। लोगों को जो पुअर पर्सन है वाकई में फ्री में ट्रीटमेंट देता है। तो भगवान ने चाहा फ्यूचर में तो आप केरला लोग जैसा चाहेगा तो हम आपका जरूर साथ देगा, जरूर ऐसा इधर भी करेगा। उधर स्कूल है, इंटरनेशनल स्कूल भी है सीबीएसई बोर्ड के पूरे नॉर्थ साइड में। तो लोगों को जो बच्चा पुअर पर्सन है टोटली फ्री उनको स्टडी करवाता है। और जो सेक्सुअल वर्कर हैं जिसको वैश्या बोलते हैं हिंदी में, उन लड़कियों को हम पहले अपनी डॉटर बनाता है। बाकायदा हमने 16 मैरिज करवाई है जो बिल्कुल सक्सेस है। तो उनको पहले डॉटर बनाता है और उसके बाद उनको मैरिज करवाता है, और उनसे मैरिज करने के लिए पूरे वर्ल्ड में 1500 यंग एज बिल्कुल रेडी है उनसे मैरिज करवाने के लिए, जो अपने आप में बेमिसाल है पूरे ऑल वर्ल्ड में। तो आप कुछ आप बता दीजिए शॉर्ट में। ഇതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് പദ്ധതി തന്നെയുണ്ട്. ആയുർവേദവും
ആധുനിക ശാസ്ത്രവും അതേപോലെ തന്നെ എല്ലാം ചേർത്തുകൊണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദരിദ്രരായ കുട്ടികളെ നമ്മുടെ ഉത്തരേന്ത്യയിലുള്ള ഉത്തരഭാരതത്തിലുള്ള ഇന്റർനാഷണൽ സ്കൂളുകളിൽ, CBSE സ്കൂളുകളിൽ അത്തരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേശ്യകളെന്ന് പറഞ്ഞ് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന, അവരെ അകറ്റി നിർത്തുന്നു. പക്ഷേ അവരെ 16 പേരെ ഞാൻ ഇപ്പോൾ നമ്മൾ അവരെ കണ്ടെത്തി അവരെ നമ്മളുടെ പുത്രിമാരായിട്ട് കണക്കാക്കി അവരുടെ വിവാഹം കാര്യം ഞാൻ നടത്തിക്കൊടുത്തു. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് 1500ഓളം യുവാക്കൾ ഇത്തരത്തിൽ അവഗണന അനുഭവിക്കുന്ന സ്ത്രീകളെ പോലും കല്യാണം കഴിക്കാൻ തയ്യാറായി എന്നെ സമീപിച്ചു കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുകയാണ്. और अभी जो लाइव यहाँ का सत्संग जो है पूरे वर्ल्ड में जा रहा है नेट पे, तो वर्ल्ड में जो लोग बैठे, कनाडा के एब्सफोर्ड, सरी BC, वैनकूवर, प्रिंसटन, कैलगरी, एडमंटन, विनीपेग, हैमिल्टन, टोरंटो, ब्रैम्पटन, मिसिसागा, ओकविले, इटली में, इटालिया में जो बेरगामो, तरबीजो, वरोना, विचिन्सा, लतीना, वरेशिया, कोबो, अमेरिका में सैक्रामेंटो, फ्रीमोंट, कैलिफोर्निया, सियाटल, वाशिंगटन, सांता क्लारा, लॉस एंजलिस, शिकागो, टेक्सास, सोमरविले, आयो, बोस्टन, वर्जीनिया, न्यूयॉर्क, स्टैमफोर्ड, कनेक्टिकट, इंडियाना, न्यूयॉर्क से UAE में अजमान सिटी, मसाफी, करामा सिटी, शारजा, दुबई, अबू धाबी, ऑस्ट्रेलिया में मेलबर्न, सिडनी, गोल्ड कोस्ट और पर्थ, एडिलेड और बलगुल्गा, और जर्मनी में वर्लिन, ऑरिच, रोस्टॉक, हैम्बर्ग, ब्राउन्सविल, डुसलडोर्फ, और फिलीपाइंस में मनीला, तगुम सिटी, UK, इंग्लैंड में साउथ हॉल, कार्डिफ, लंदन, लेफोर्ड, आयरलैंड, स्कॉटलैंड, और चाइना में वेंजो, बीजिंग, और न्यूजीलैंड में पामरस्टन और ऑकलैंड, और बाकी देशों में हांगकांग, सिंगापुर, मलेशिया, अर्मेनिया, यूरोप, कुवैत, साउथ अफ्रीका, स्पेन, स्वीडन, बेल्जियम, साइप्रस, जापान, नाइजीरिया, नेपाल, फ्रांस, और इंडिया में हरियाणा, पंजाब, राजस्थान, यूपी, दिल्ली, चंडीगढ़, हिमाचल प्रदेश, मध्य प्रदेश, छत्तीसगढ़, उत्तराखंड, गुजरात, आंध्र, कर्नाटक, केरला, महाराष्ट्र, तमिलनाडु, जम्मू कश्मीर, उड़ीसा, बिहार, झारखंड, गोवा, पश्चिम बंगाल, सब जगह ये लाइव चल रहा है. तो ये हमें लोग नजर भी आ रहे हैं यहाँ बैठे अलग अलग, क्योंकि इसमें 12-15 एक कंट्रीज आता है एक टाइम में, तो वो चेंज होता रहता है. तो सबको बहुत आशीर्वाद. शायद ये कैमरा है लाइव. जी ये जी आशीर्वाद, सबको आशीर्वाद. आप सबको भी फॉरेन कंट्री में जितने भी लोग बैठे आशीर्वाद, और भगवान सबको खुशियां दे. आप सबको भी आशीर्वाद. बस 1 मिनट बैठिएगा, फिर जैसा आपके ख्याल, कल को टाइम 5:30 का है, तो आप सब लोग आइएगा विद फैमिली. आप सबको आशीर्वाद. എല്ലാവരും പ്രസാദം സ്വീകരിച്ച ശേഷമേ പോകാൻ പാടുള്ളൂ. നാളത്തെ പരിപാടിയെക്കുറിച്ചും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നാളെ നമ്മൾ 5:30 മണിക്ക് തന്നെ ഇവിടെ ഈ മെഡിറ്റേഷൻ പരിപാടികൾ തുടരുന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ വിലാസം എഴുതി നൽകാനായിട്ട് ഒരു സ്ലിപ്പ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത് കൊടുക്കാത്തവർ ഇവിടുത്തെ ഏതെങ്കിലും പ്രതിനിധികളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.